Assalamu alaikum. ഞാൻ മുബി. വെൽക്കം ടു മൈ ഫുഡ് പാരഡൈസ്. Hi, today I'm going to make sausage sandwich, which is a very quick and easy recipe for your breakfast, snacks or dinner. And if you like my recipe, please do subscribe my channel and press the bell icon for my future recipe notifications. Okay, so let's get started and see what are the ingredients we require for this sausage sandwich. ഞാനിവിടെ 4 ചിക്കൻ ഫ്രാങ്ക്സ് ആണ് എടുത്തിരിക്കുന്നത്. ഇത് ഓൾറെഡി കുക്ക്ഡ് ആണ്. സോ ഡയറക്റ്റ് ആയിട്ട് എനിക്ക് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഇൻ കേസ് കുക്ക്ഡ് അല്ല എങ്കിൽ ഒരു 10 to 15 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിൽ നമുക്ക് ബോയിൽ ചെയ്തിട്ട് യൂസ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇനി ഫ്രാങ്ക്സിന് നമുക്ക് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കാം. ഇത് ഫ്രോസൺ ആണെങ്കിൽ ഡയറക്റ്റ് യൂസ് ചെയ്യരുത്. ഡീഫ്രോസ്റ്റ് ചെയ്തിട്ട് മാത്രമേ യൂസ് ചെയ്യാൻ പാടുള്ളൂ. ഡീഫ്രോസ്റ്റ് ചെയ്യാനായിട്ട് ഒന്നെങ്കിൽ മൈക്രോവേവ് ഓവനിൽ നമുക്ക് ഡീഫ്രോസ്റ്റ് ചെയ്തെടുക്കാം. കുറച്ച് നേരം ഒന്ന് ഹീറ്റ് ചെയ്തെടുത്താൽ മതി. അതല്ല എങ്കിൽ ഒരു 20 മിനിറ്റ്സോളം കോൾഡ് വാട്ടറിൽ ഡിപ്പ് ചെയ്ത് കഴിഞ്ഞാൽ തണുപ്പ് മാറിയ ശേഷം നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റും. സോ നമുക്കിതിനെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറുതാകാനോ ഒരുപാട് വലുതാകാനോ പാടില്ല. ഏകദേശം നമുക്കിതിനെ ഈ ഒരു ഷേപ്പിൽ അല്ലെങ്കിൽ ഈ ഒരു സൈസിൽ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. ഇനി ഇതിനെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഫ്രൈ ചെയ്യാനായിട്ട് നമുക്കൊരു പാൻ ഹീറ്റ് ചെയ്യാം. ഇതിലേക്കൊരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇഷ്ടമുള്ള ഓയിലായി നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നമുക്ക് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജ് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാം. ഈ സോസേജിന് അധികം ഓയിലിൻ്റെ ആവശ്യമില്ല, കാരണം ഓൾറെഡി ഫാറ്റിയാണ് സോസേജ്. സോ ഒരു 2 ടീസ്പൂണോളം ധാരാളം. നന്നായിട്ടൊന്ന് നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാം. 2 സൈഡും ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്യണം. ഏകദേശം ഒരു 4 മുതൽ 5 മിനിറ്റ് മതിയാകും നമുക്കിതിനെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കാനായിട്ട്. ഹൈ ഹീറ്റിൽ നമുക്ക് ചെയ്യാൻ പാടില്ല. സോ ഒരു സൈഡ് ഏകദേശം ബ്രൗൺ ആയിട്ടുണ്ട്. നമുക്കിതിനെ ഓരോന്നോരോന്നായിട്ട് മറിച്ചിട്ട് കൊടുക്കാം. ഇത് കരിഞ്ഞു പോകാതെ ശ്രദ്ധിക്കണം. എല്ലാ സൈഡും ബ്രൗൺ കളർ ആകുന്നത് വരെ നമുക്കിതിനെ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ഫ്രൈ ആയി വരുമ്പം അതിൻ്റെ സൈസ് കൂടുതലായി അല്ലെങ്കിൽ വലുതായി വരുന്ന കാണാം നമുക്ക്. സോ നന്നായിട്ടത് ഫ്രൈ ആയി വരാൻ വേണ്ടിയിട്ട് നമുക്ക് വെയിറ്റ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മുടെ ചിക്കൻ സോസേജ് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 90% ഫ്രൈ ആയി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അല്ലെങ്കിൽ 1/2 ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ, ഒരു 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ കൂടി ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് എരിവിന് വേണ്ടിയാണ് നമ്മളിത് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇൻ കേസ് നിങ്ങൾ സ്പൈസി ആയിട്ടുള്ള സോസേജ് ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഇത് ആവശ്യമില്ല. ജസ്റ്റ് ഫ്രൈ ചെയ്താൽ മാത്രം മതി. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ സോസേജിലും ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കണം. എരിവ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ആഡ് ചെയ്ത് കൊടുക്കണമെന്നില്ല. നന്നായി ഇളക്കി കൊടുക്കുക. ലോ ഫ്ലെയിമിലാണ് ഞാനിത് ആഡ് ചെയ്ത് കൊടുത്തത്. ഹൈ ഫ്ലെയിമിൽ ആഡ് ചെയ്യരുത്. ഇതിലേക്ക് ഇനി ഒരു 1/4 ടീസ്പൂൺ അല്ലെങ്കിൽ 1/4 ടേബിൾ സ്പൂൺ മിക്സഡ് ഹെർബ്സ്, അതില്ല എങ്കിൽ കുഴപ്പമില്ല, ഒരഗാനോ ആഡ് ചെയ്യാം. അതും ഇല്ലെങ്കിലും പ്രോബ്ലം ഇല്ല. ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി അധികം നേരം കുക്ക് ചെയ്യേണ്ട, ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഓൾമോസ്റ്റ് നമ്മുടെ കുക്ക്ഡായി. ഇനി ഒരു 2 സ്ലൈസ് ബ്രൗൺ ബ്രെഡാണ് ഞാനിവിടെ യൂസ് ചെയ്യുന്നത്. നിങ്ങൾക്ക് വൈറ്റ് ബ്രെഡും യൂസ് ചെയ്യാൻ പറ്റും, പക്ഷേ കൂടുതലും ഹെൽത്തി ബ്രൗൺ ബ്രെഡ് ആയിരിക്കും. ഇനി ഇതിലേക്ക് ഞാൻ ചെഡാർ ചീസ് ബ്രെഡാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ചെഡാർ ചീസ് ബ്രെഡ് ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ചീസും നമുക്ക് ആഡ് ചെയ്യാം, പക്ഷേ ഒരു ക്രീമി ആ ഒരു ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിവിടെ ചീസ് ബ്രെഡ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. നന്നായി ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. കൂടുതൽ ആവശ്യമാണെങ്കിൽ കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം. ചീസിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നന്നായി സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം. നമുക്ക് പെട്ടെന്നൊക്കെ ഒരു സാൻഡ്വിച്ച് ഉണ്ടാക്കണം എന്നുണ്ടെങ്കിൽ ഇതൊരു ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. വേഗം തന്നെ നമുക്കിത് പ്രിപ്പയർ ചെയ്യാൻ പറ്റും. കുട്ടികൾക്കൊക്കെ ടിഫിൻ കൊടുത്തുവിടാൻ എളുപ്പമാണ്. സ്പീഡിൽ കൊടുത്തുവിടാൻ പറ്റും ഉണ്ടാക്കിയിട്ട്. നമുക്കിനി മറ്റേ സ്ലൈസ് എടുക്കാം. ഈ സ്ലൈസിലേക്ക് ഇനി നമുക്ക് മയോനൈസ് ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ അല്ലെങ്കിൽ 2 ടേബിൾ സ്പൂൺ മയോനൈസ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കാം. ഇവിടെ ഞാൻ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നുണ്ട്.
2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുമ്പം അതിന് കൂടുതൽ ടേസ്റ്റ് വരും. ഈ സാൻഡ്വിച്ചിന് മയോണൈസ് എത്രത്തോളം ആഡ് ചെയ്യുന്നു അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും. സോ നന്നായി ആഡ് ചെയ്ത് കൊടുക്കണം. കൊളസ്ട്രോൾ ഒക്കെ ഉള്ളവരാണെങ്കിൽ നമുക്കിത് കുറയ്ക്കാം, 1 ടേബിൾ സ്പൂണിലേക്ക് മാറ്റാം. കുട്ടികൾക്കൊക്കെ 2 ടേബിൾ സ്പൂൺ ആഡ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഇത് ഹോം മെയ്ഡ് മയോണൈസ് ആണ്. ഓക്കെ, ഇനി നമുക്ക് ഒരു സ്ലൈസ് എടുക്കാം. ഒരു സ്ലൈസിലേക്ക് നമുക്ക് നേരത്തെ പ്രിപ്പയർ ചെയ്ത് വെച്ചിരിക്കുന്ന സോസേജുകൾ ആഡ് ചെയ്ത് കൊടുക്കാം. സോസേജുകൾ ഇങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് വെച്ച് കൊടുക്കുക, നിറച്ചും ആഡ് ചെയ്ത് കൊടുക്കണം. ആ സോസേജിൻ്റെ എരിവ് വരുമ്പോൾ ഒരു നല്ല ടേസ്റ്റ് വരും. കുട്ടികൾക്ക് എരിവ് ഇഷ്ടമില്ല എന്നുണ്ടെങ്കിൽ എരിവ് ആഡ് ചെയ്യണമെന്നില്ല. സാധാരണ രീതിയിൽ ഫ്രൈ ചെയ്തെടുത്താൽ മതി. ഇങ്ങനെ നമ്മൾ സോസേജ് ആഡ് ചെയ്ത് കൊടുക്കണം. ഇനി നമുക്ക് അടുത്ത പീസ് എടുക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ലെറ്റ്യൂസിൻ്റെ ഇലകൾ വെച്ച് കൊടുക്കാം. ഇനി നമുക്കിതിനെ ഒരുമിച്ച് വയ്ക്കാം. മസ്റ്റേർഡ് സോസ് ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്യാം, കുറച്ച് പുളിയും എരിവും കിട്ടും. നമുക്കിനി ഇതിനെ കട്ട് ചെയ്തെടുക്കാം. വളരെ ഈസി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്, അതുപോലെ ടേസ്റ്റിയാണ്. സോസേജ് ഇനി വീട്ടിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളിതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മുടെ ടേസ്റ്റി ആൻഡ് ഡിലീഷ്യസ് ആയിട്ടുള്ള സോസേജ് സാൻഡ്വിച്ച് റെഡി ആയിട്ടുണ്ട്. തീർച്ചയായിട്ടും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റ് ചെയ്യണം. അതോടൊപ്പം എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്.